അങ്ങനെ രേവതിക്കുട്ടി മാമച്ചായനോട് പറയുന്നുണ്ട്, അങ്കിള് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അലിന ചേച്ചി ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചിട്ടില്ല എന്നൊക്കെ സങ്കടത്തോടെ മാമച്ചായനോട് പറയാൻ കേട്ടോ രേവതിക്കുട്ടി. അലിന ചേച്ചിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, എന്നിട്ടും ആ പോലീസുകാർ പറയുന്നത് ചേച്ചിയും കൂടി പ്രതിയാക്കുന്ന. അലിന ചേച്ചി അവർ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ സഹകരിച്ചില്ലെങ്കിൽ 5ാം പ്രതിയായിട്ട് അലിന ചേച്ചിയുടെ പേരും കൂടെ എഴുതി ചേർക്കുമെന്നൊക്കെയാണ് ഗോവർദ്ധനങ്ങളിനോട് അവർ പറഞ്ഞത്. ഗോവർദ്ധനങ്ങളാണ് ഇത് കൃഷ്ണമോളോട് പറഞ്ഞതും. എനിക്കത് ഓർത്തിട്ട് ഒരു സമാധാനവും ഇല്ല. നമ്മളല്ലാതെ അലിന ചേച്ചിക്ക് വേറെ ആരാ ഉള്ളേ? അങ്കിൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണേ, എനിക്കാകെ പേടിയാവുന്നു എന്നിങ്ങനെ രേവതിക്കുട്ടി പറയുന്ന സമയത്ത് ഗ്രേസമാൻഡി പറയുന്നുണ്ട്, മാമച്ചായ ഇത് വലിയ പ്രശ്നമാവുന്നാണല്ലോ തോന്നുന്നത്, ഇതെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യും എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും മാമച്ചായൻ പറയുന്നുണ്ട്, ഇതിൽ നമ്മൾ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. ഇതൊരു പീഡന കേസല്ലേ, അതിലോട്ട് പോയി നമ്മൾ ഇടപെടാൻ നിന്നാൽ നമ്മളും കൂടി നാറി പോവുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ മാമച്ചായൻ ചോദിക്കുന്നുണ്ട്. രേവതിക്കുട്ടി പറയുന്നുണ്ട്, അങ്കിൾ ഇങ്ങനൊന്നും പറയല്ലേ, പീഡന കേസിൽ പ്രതിയായിട്ടുള്ളത് അലിന ചേച്ചി അല്ലല്ലോ, മറ്റു 4 പേരല്ലേ. അവന്മാർ 4 പേരും കൂടെയല്ലേ ആ പെൺകുട്ടിയെ പിച്ച് ചീന്തിയത്. അതിനെൻ്റെ ചേച്ചി എന്ത് പിഴച്ചോ? എൻ്റെ ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എങ്ങനെയെങ്കിലും എൻ്റെ ചേച്ചി ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കണം അങ്കിളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രേവതിക്കുട്ടി കരഞ്ഞോണ്ട് പറയുകയാണ്. ഗ്രേസമാൻഡി പറയുന്നുണ്ട്, എടി നീ ഇങ്ങനെ കരയുന്നത് എന്തിനാ? നീ കരഞ്ഞോണ്ട് എന്തേലും ആവുമോ? വെറുതെ നീ ഇങ്ങനെ വിഷമിച്ച് കരയാൻ നിൽക്കണ്ടായി, എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നീ ഇങ്ങനെ കരയാൻ തുടങ്ങി എങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ആശ്വസിപ്പിക്കുകയാണ് രേവതിക്കുട്ടിയെ ഗ്രേസമാൻഡി. ഗ്രേസമ്മ പറയുന്നുണ്ട്, മാമച്ചായ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ, നമ്മളല്ലാതെ ഇവരെ സഹായിക്കാൻ വേറെ ആരാ ഉള്ളേ? അതുകൊണ്ട് എന്തെങ്കിലും വഴിയുണ്ടെന്ന് ഒന്ന് ആലോചിക്കുക എന്നിങ്ങനെ പറയുകയാണ് ഗ്രേസമ്മ. മാമച്ചായനാണെങ്കിൽ ചായ കുടിച്ചുകൊണ്ട് എന്തെങ്കിലും വഴിയുണ്ടെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രേവതിക്കുട്ടിയും ഗ്രേസമ്മയും മാമച്ചായനും ഒക്കെ ഇങ്ങനെ അലീനയുടെ കാര്യത്തിൽ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയത്ത് നമ്മുടെ അലീനയെ അവിടെ മാറ്റിയിരുത്തിരിക്കുകയാണ്. SI ആണ് അലീനയെ വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ട് വന്നതെങ്കിലും CIയുടെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ അയാൾ ചെയ്തതും. CIക്കാണ് അലീനയോട് കുറേയധികം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുള്ളതും. CI ഊണ് കഴിക്കാൻ പോയിരിക്കുകയാണ്. CI വന്ന ഉടനെ തന്നെ അവളെ ക്വസ്റ്റ്യൻ ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്തായാലും CI ഊണൊക്കെ കഴിഞ്ഞ് അവിടെ എത്തിയിട്ടുണ്ട്. CIയുടെ റൂമിലേക്ക് പോകുന്ന വഴി അലീനയെ കാണുന്നുണ്ട്. അലീനയെ തുറച്ചു നോക്കിക്കൊണ്ട് തന്നെയാണ് അയാൾ അകത്തേക്ക് കയറി ചെല്ലുന്നതും. CIയുടെ റൂമിൽ ചെന്ന് അയാൾ ആ കസേരയിൽ ഇരുന്നതിന് ശേഷം അലീനെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നുണ്ട്. ആ വനിതാ പോലീസിനടുത്ത് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വാ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അലീനയുടെ അടുത്ത് നിന്നിട്ട് ഇങ്ങോട്ടേക്ക് എണ്ണീറ്റ് വാടി, CI സാർ നിന്നെ വിളിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അലീനയുടെ കയ്യിൽ പിടിച്ച് എഴുന്നേപ്പിച്ച് CIയുടെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് ആ വനിതാ പോലീസ്. അങ്ങനെ CIയുടെ റൂമിലേക്ക് അലീനയെ കൂട്ടിക്കൊണ്ട് ആ വനിതാ പോലീസ് എത്തുമ്പോഴേക്ക് തന്നെ അങ്ങോട്ടേക്ക് SIയും വന്ന് നിൽപ്പുണ്ട്. CIയും SIയും വനിതാ പോലീസും കൂടെ അലീനയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. അലീന അങ്ങോട്ടേക്ക് കയറി വരുമ്പോഴേക്കും തന്നെ ആ CI രൂക്ഷമായിട്ട് ഒരു വല്ലാത്ത രീതിയിൽ അലീന അയാൾ ഇങ്ങനെ നോക്കിയാണ് കേട്ടോ. അയാളുടെ നോട്ടം ശരിയല്ല എന്നും ഇതിന്റെ പിന്നിൽ വേറെ എന്തോ ഒരു കളി ഉണ്ടെന്നും ഒക്കെ ഉള്ളത് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു അവജ്ഞത അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവളത് മുഖത്ത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് CI അലീനയോട് മുമ്പിലുള്ള ചെയറിലിരിക്കാൻ പറയുകയാണ്. അലീന ആ ചെയറിൽ വന്നിരുന്നതിന് ശേഷം CI ചോദിക്കുന്നുണ്ട്, എന്താ നിന്റെ പേര് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അലീന എന്ന് പറയുന്നുണ്ട്. ആ വീട്ടിൽ നീ ആരാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഞാൻ ആ വീട്ടിലെ സെർവൻ്റ് ആണെന്ന് പറയുകയാണ് അലീന. എന്നാൽ ഞാൻ അങ്ങനെയല്ലല്ലോ കേട്ടത്, ആദ്യം നീ അവിടുത്തെ സെർവൻ്റൊക്കെ ആയിരിക്കും, എന്നാൽ പിന്നീട് നീ ആ വീട്ടിലെ ഒരാളെ മാറിയെന്നൊക്കെയാണല്ലോ ഞാൻ അറിഞ്ഞത്. അവിടുത്തെ വീട്ടമ്മയെ അവിടുന്ന് ഓടിച്ചു വിട്ടിട്ട് മുതലാളിയെ നീ വളച്ചെടുത്തെന്നൊക്കെയാണല്ലോ ഞാൻ അറിഞ്ഞത് എന്നിങ്ങനെ അയാൾ ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഇല്ല സാർ, അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്, അതൊക്കെ ഓരോരുത്തർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അങ്ങനെയൊന്നും അല്ലല്ലോ ഞാൻ കേട്ടത്. അപ്പം നാട്ടുകാർ പറയുന്നതെല്ലാം കള്ളമാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? ബാലചന്ദ്രന്റെ ഭാര്യ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടിട്ട് ബാലചന്ദ്രനെ കൈവശം വെച്ചിരിക്കുകയാണെന്നാണല്ലോ ഞാൻ കേട്ടത്. എന്താ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും സാർ അറിഞ്ഞതും കേട്ടതും എല്ലാം തെറ്റായ കാര്യങ്ങളാണ്. ബാലചന്ദ്രൻ സാറ് എൻ്റെ അച്ഛനെ പോലെയാണ്, എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്, എൻ്റെ അച്ഛൻ തന്നെയാണ് എന്നിങ്ങനെ അലീന പറയുന്നുണ്ട്. അത് ആ CIക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. വീട്ടിലെ മുതലാളിമാരെയൊക്കെ അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംശയിക്കത്തില്ലല്ലോ അല്ലേ? അതല്ലേടി നിന്റെ മനസ്സിലെ ഉദ്ദേശം എന്നിങ്ങനെ അയാൾ ചോദിക്കുമ്പോഴേക്കും ഒരു ദേഷ്യ ഭാവത്തോടെ തന്നെ അലീന അയാളെ തുറച്ച് നോക്കുന്നുണ്ട്. CI പറയുന്നുണ്ട്, എടി എന്താടി നീ നോക്കുന്നത്? നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? ഉള്ളത് പറയടി. നീയും അയാളും തമ്മിലുള്ള ബന്ധം അറിഞ്ഞുകൊണ്ടല്ലേ അയാളുടെ ഭാര്യ പാതിരാത്രിക്ക് ആ വീട് വിട്ട് ഇറങ്ങി പോവുകയും ആ പോകുന്ന വഴിയിൽ ആക്സിഡൻ്റ് ആയി ഇപ്പോൾ കൈയും കാലും ഒക്കെ ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുന്നതും എന്നൊക്കെ ഇങ്ങനെ അയാൾ ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അത് പിന്നെ സാർ, അത് മേഡം കൊല്ലപ്പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചത്, അത് അച്ഛൻ ഇറക്കി വിട്ടതൊന്നും അല്ല, മേഡത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാ അങ്ങനെ ആ ആക്സിഡൻറ്റ് സംഭവിച്ചെന്നൊക്കെ അലീന പറയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. അവർ നേരത്തെ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ കരുതിക്കൂട്ടി വെച്ചിട്ട് അതൊക്കെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് അലീനയ്ക്ക് ഫീൽ ചെയ്തത്. CI പറയുന്നുണ്ട്, അതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ അവിടെ നീ കാരണമല്ലേ അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചത്? സ്വന്തം വീട് വിട്ട് ആ സ്ത്രീ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ കാരണം നീ തന്നെയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. മൊത്തത്തിലൊന്ന് അന്വേഷിച്ചപ്പോഴേക്കും ആ വീട്ടിൽ നീ വന്നതിന് ശേഷം എല്ലാ പ്രശ്നങ്ങളും തുടങ്ങിയെന്നൊക്കെയാണല്ലോ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്.
അങ്ങനെ തന്നെയല്ലേ, കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങളും അറിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അങ്ങനെയൊന്നും ഇല്ല സാറേ, അതൊക്കെ വെറുതെ പറയുന്നതാണ്. മേഡത്തിന്റെ ദുർവാശി കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്നൊക്കെ അലീന പറയുമ്പോഴേക്കും സിയെ ചോദിക്കുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇപ്പൊ സെല്ലിനകത്ത് കിടക്കുന്ന രോഹിത്തും ഹരിയും അവന്മാർ രണ്ടുപേരും നേരത്തെ നിന്നെ ഇതുപോലെ മയക്കുമരുന്ന് കുടിപ്പിച്ച് നിന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ അലീന ഒന്ന് ഞെട്ടിപ്പോയിട്ട് പെട്ടെന്ന് തന്നെ ഇല്ല സാർ എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാടി നീ അന്ന് ഹോസ്പിറ്റലിലായത്? അന്ന് അവന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേടി നീ തന്ത്രപൂർവ്വം കത്രിക വയറ്റിലേക്ക് കുത്തി ഇറക്കിയത്? അങ്ങനെയല്ലേ നീ ഹോസ്പിറ്റലിലായത്? അങ്ങനെയല്ലേടി അത് ഈ കേസിന്റെ ഭാഗമായത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അയ്യോ അതങ്ങനൊന്നും അല്ല സാറേ, അതെന്റെ കയ്യിൽ നിന്ന് അറിയാതെ സംഭവിച്ച ഒരു ഇൻസിഡന്റ് മാത്രമാണ്, അതിൽ അവർക്കൊരു പങ്കുമില്ല എന്നൊക്കെ തന്നെ അലീന പറയുമ്പോഴേക്കും സി ഐ പറയുന്നുണ്ട്, ഇനി നീ വളച്ചൊടിക്കാനൊന്നും നിൽക്കണ്ട, അതായിരുന്നു സത്യം, അത് ഞങ്ങൾക്ക് പകൽ പോലെ വ്യക്തമാവുകയും ചെയ്തു. ഇനി നീ കള്ളം പറഞ്ഞ് ഇവിടെ നിന്ന് ഉരുണ്ട് കളിക്കാൻ നോക്കണ്ട. അന്ന് നീ പോലീസുകാരോട് കള്ളം പറഞ്ഞ് അവന്മാരെ രക്ഷപ്പെടുത്തി, പക്ഷെ ഇപ്പൊ നീ അവന്മാരെ ഈ കേസിൽ നിന്ന് എങ്ങനെ രക്ഷിച്ചെടുക്കും? ഇപ്പൊ അവന്മാരുടെ അവസ്ഥ കണ്ടോ നീ? എല്ലാരും അവരെ തല്ലി ചതച്ചിട്ടിരിക്കുക, ഒന്ന് നിവർന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും അവർക്ക് സാധിക്കില്ല. ഇനി അവരെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ആ പരുവത്തിൽ അവന്മാരെ തല്ലി ചതച്ചിട്ടിരിക്കുക എന്നിങ്ങനെ സി ഐ പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും ശിക്ഷ അനുഭവിക്കണം സാർ, അതിന് എനിക്ക് യാതൊരു വിരോധവും ഇല്ല, അത് ആരാണെങ്കിലും ശരി എന്നിങ്ങനെ അലീന പറയുമ്പോഴേക്കും സി ഐ പറയുന്നുണ്ട്, അത് ഞങ്ങൾക്കറിയാം, അത് നീ ഞങ്ങളെ കൂടുതൽ പഠിപ്പിക്കാൻ നിൽക്കണ്ട, നിന്നോട് ഞങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി മാത്രം നീ പറഞ്ഞാൽ മതി. നിന്നെ അവന്മാർ ഇതിനു മുമ്പ് ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിച്ചതെന്ന് പറയുകയാണ്. അവന്മാരന്ന് അതിനെ ശ്രമിച്ചെന്നുള്ളത് അവന്മാർ തന്നെ സമ്മതിക്കുകയും ചെയ്തു. പിന്നെ നീ എന്തിനാടി അവന്മാരെ ഇവിടെ രക്ഷിക്കാൻ നോക്കുന്നത്? നീ അന്ന് തന്നെ ഒരു പരാതി തന്നിരുന്നെങ്കിൽ ഇപ്പൊ ഈ പെങ്കൊച്ചിന് ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. ആ കേസിൽ അവർ അന്നേ അകത്തായനെ. അപ്പൊ അലീന പറയുന്നുണ്ട്, സാർ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്, അന്നങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാ നിങ്ങൾ വീണ്ടും വീണ്ടും ആ കാര്യം എന്നോട് ഇങ്ങനെ ചോദിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സി ഐ പറയുന്നുണ്ട്, വേണ്ട, നീ ഇങ്ങനെ വീണ്ടും വീണ്ടും നുണ പറയാൻ നോക്കണ്ട, അവരെല്ലാ സത്യങ്ങളും ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. നീ ഇനി വലിയ പുണ്യാളിത്തിയൊന്നും ആകാൻ നോക്കണ്ടടി, അവന്മാരെല്ലാ സത്യങ്ങളും ഞങ്ങളോട് തുറന്നു പറഞ്ഞു. ഹരിയാണ് ഇതിലെ സൂത്രധാരൻ, ഹരിയുടെ ലവറായിരുന്നു ആ പെങ്കൊച്ച്. അവനാണ് ആ പെൺകുട്ടിയെ ഓരോന്നും പറഞ്ഞ് മയക്കിയെടുത്ത് ബർത്ത്ഡേ ആഘോഷിക്കാനാണെന്ന് പറഞ്ഞ് ആ പെങ്കൊച്ചിനെ കൊണ്ട് ആ ആൾതാമസമില്ലാത്ത വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഇട്ട് ആ കൊച്ചിനെ റേപ്പ് ചെയ്യുകയും ബാക്കിയുള്ള കൂട്ടുകാർക്ക് കാഴ്ച വെച്ചതും അവൻ തന്നെയാണ്. അതുകൊണ്ട് ഇനി അവന്മാരെ രക്ഷിക്കാൻ പറ്റുമെന്ന് നീ കരുതണ്ടെന്നൊക്കെ പറയുക. അപ്പം അലീന പറയുന്നുണ്ട്, അല്ലെങ്കിലും അവന്മാരെ രക്ഷിക്കണമെന്ന് എനിക്ക് ഒരാഗ്രഹവും ഇല്ല സാറേ, കാരണം എനിക്കറിയാം അവന്മാർ അത്രയും വൃത്തികെട്ടവന്മാരാണെന്നുള്ളത്. ആ ഹരിക്ക് പരമാവധി ശിക്ഷ തന്നെ മേടിച്ച് കൊടുക്കുകയും ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അലീന. അപ്പൊ സി ഐ ചോദിക്കുന്നുണ്ട്, അതെന്താടി ഹരിക്ക് മാത്രം? ഹരി മാത്രമല്ലല്ലോ ആ കുറ്റം ചെയ്യുന്നത്, ആ സെല്ലിൽ കിടക്കുന്ന 4 പേരും പ്രതികളല്ലേ, 4 പേർക്ക് അപ്പോൾ ഒരുപോലെ വേണ്ട ശിക്ഷ ലഭിക്കാൻ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അലീന ഒന്നും മിണ്ടാൻ തന്നെ തലകുനിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും സി ഐ ചോദിക്കുന്നുണ്ട്, പിന്നെ ആരായിട്ട് നിനക്ക് രക്ഷിക്കേണ്ടത്? ഇതിനകത്ത് ഈ ക്രൈമിൽ ഉൾപ്പെടാത്ത ആരെങ്കിലും നിന്റെ ദൃഷ്ടിയിലുണ്ടോ എന്നിങ്ങനെ ചോദിക്കാട്ടോ സി ഐ. നീ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ പയ്യനെ രക്ഷിക്കണമെന്നാണോ നിന്റെ മനസ്സിലിരിപ്പ് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അലീന സിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കുന്നുണ്ട്. അപ്പൊ അവനെ മാത്രം രക്ഷിക്കണമെന്നുണ്ടല്ലേ നിന്റെ മനസ്സിൽ? അതെന്താടി അവനോട് മാത്രം നിനക്ക് ഇത്ര സോഫ്റ്റ് കോർണർ? അവൻ ഈ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിനക്ക് അത്രയ്ക്ക് ഉറപ്പാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അതെ സാർ, അവൻ എൻ്റെ അനിയനാണ്, അവൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ കഴിയില്ല. അതിലുപരി അവൻ എൻ്റെ കൂടപ്പിറപ്പാണ് സാർ, എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ് ഞാൻ അവനെ കാണുന്നത്. അതുകൊണ്ട് അവൻ നിരപരാധിയാണെങ്കിൽ അവനെ രക്ഷിക്കേണ്ടതല്ലേ സാർ എന്നിങ്ങനെ ചോദിക്കുക. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ 100% ശിക്ഷ അനുഭവിക്കേണ്ടവൻ തന്നെയാണ്. പക്ഷെ അവൻ നിരപരാധിയാണ്, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അവൻ്റെ ജീവിതം എന്തിനാ സാർ വെറുതെ കളയുന്നത് എന്നിങ്ങനെ ചോദിക്കാട്ടോ അലീന. സിക്ക് നല്ല ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിന്റെ മനസ്സിൽ എന്താ ഉള്ളത്? നീ പറയുന്ന ഒന്നും ഒരു ലോജിക്കില്ലാത്ത കാര്യങ്ങളാണല്ലോ, ഒരു പിടുത്തവും കിട്ടുന്നില്ല. ശരിക്കും നിന്റെ മനസ്സിലെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നീ ആദ്യം ഒന്ന് തുറന്നു പറ, അല്ലാതെ ഞങ്ങൾക്ക് നീ പറയുന്ന ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല എന്നൊക്കെ തന്നെ സിയെ ദേഷ്യപ്പെട്ട് അലീനയോട് പറയുകയാണ്. അലീനയ്ക്ക് അവിടെ ഒന്നും തന്നെ പറയാൻ വയ്യാതെ അലീന ഇങ്ങനെ നിശബ്ദമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും സിയെ പറയുന്നുണ്ട്, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും അവന്മാർ 4 പേരും തെറ്റ് ചെയ്തവർ തന്നെയാണ്, തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും തെറ്റിന് കൂട്ടു നിന്നവരാ, അതുകൊണ്ട് 4 പേർക്കും ഒരുപോലെ തന്നെ ശിക്ഷ കിട്ടും, അവർ 4 പേരും ജയിലിൽ പോയി കിടക്കുക തന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും അന്ന് നീ അവന്മാരെ രക്ഷിച്ചു, എന്തായാലും ഇപ്രാവശ്യം അവന്മാരെ രക്ഷിക്കാവുന്ന നീ മനസ്സിൽ പോലും കരുതണ്ടടി. എല്ലാ പഴുതും അടച്ചായിരിക്കും ഞങ്ങൾ ഇവന്മാരെ കോടതിയിൽ ഹാജരാക്കുന്നത്, അവിടുന്ന് അവന്മാർക്ക് രക്ഷപ്പെട്ട് വരാൻ കഴിയില്ല. അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നീക്കിയിരിക്കും എന്നൊക്കെ തന്നെ എസ് ഐ പറയുന്നുണ്ട്. നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് എന്തിനാന്നുള്ളത് ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ. അന്ന് ഈ ഹരിശങ്കറും രോഹിത്തും നിന്നെ ഇതുപോലെ മയക്കുമരുന്ന് കുടിപ്പിച്ച് പീഡിപ്പിക്കാൻ നോക്കിയതൊക്കെ അവന്മാർ തന്നെ സമ്മതിച്ചു. നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്കൊരു പരാതി കിട്ടിയേ പറ്റുള്ളൂ അവന്മാർക്കെതിരെ. ഇതിനു മുമ്പും അവന്മാർ ഇതുപോലെ മയക്കുമരുന്ന് കലർത്തി സ്വന്തം വീട്ടിൽ നിൽക്കുന്ന പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾക്കും കോടതിയിൽ ഇതൊക്കെ പറയാനുള്ളതാണ്. നിന്റെ ഭാഗത്തുനിന്ന് ഫോർമലായിട്ട് ഞങ്ങൾക്ക് ഒരു കംപ്ലയിൻറ്റ് കിട്ടിയേ പറ്റുള്ളൂ, അതിനും കൂടി വേണ്ടിയിട്ടാണ് നിന്നെ ഞങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ തന്നെ പറയുകയാണ് സി ഐ അലീനയോട്. നിന്റെ ഭാഗത്തുനിന്നുള്ളൊരു പരാതിയും കൂടെ വേണം, എങ്കിൽ ഈ കേസ് കുറച്ചുകൂടെ ഒന്ന് ബലപ്പെടും
ഇവന്മാർ നേരത്തെ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, ഇതുപോലെയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇതുപോലെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ളത് കോടതിയിൽ തെളിയിക്കാൻ അപ്പോൾ എളുപ്പമാകും എന്നിങ്ങനെ പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, ഇല്ല സർ, ഒരിക്കലുമില്ല, എനിക്ക് അങ്ങനെ ഒരു പരാതിയേ ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു പരാതി എഴുതി തരില്ല എന്ന് തന്നെ പറയുകയാണ്. സിയെ ചോദിക്കുന്നുണ്ട്, അതെന്താടി നിനക്ക് പരാതി ഇല്ലാത്തത്? ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടും നിനക്ക് പരാതി ഇല്ലാന്നോ? നീ ആ പരാതി തന്നാൽ മാത്രം മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റു, പിന്നെ നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നൊക്കെ തന്നെ അയാൾ പറയുന്നുണ്ടെങ്കിലും അലീന പറയുന്നുണ്ട്, ഇല്ല സാർ, ഒരിക്കലുമില്ല, എനിക്ക് അങ്ങനെ ഒരു പരാതിയേ ഇല്ല, അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്, എനിക്കതിലൊരു പരാതി നൽകാൻ കഴിയില്ല, അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് സാർ, അതും ഇതും തമ്മിൽ കൂട്ടിക്കൊഴിക്കാൻ നിൽക്കരുത്, പ്ലീസ് സാർ, എനിക്ക് അങ്ങനെ ഒരു പരാതിയില്ല, എന്നെ വീട്ടിൽ പോകാൻ അനുവദിക്കണം എന്നൊക്കെ തന്നെ അലീന പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അയാൾ ചോദിക്കുന്നുണ്ട്, അതെന്താ നിനക്ക് പരാതിയൊന്നും ഇല്ലാത്തത്? അവന്മാരെയൊക്കെ വെറുതെ വിടണമെന്നാണോ നീ ഇപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നത്? അതോ നീയും കൂടെ ചേർന്നിട്ടാണോ ഇവന്മാർ ഈ കളികളൊക്കെ കളിക്കുന്നത്? അല്ലെങ്കിൽ നീ വീട്ടുജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ പയ്യനെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ആ ജോലി നഷ്ടപ്പെടുമെന്നോ അയാളെ നഷ്ടപ്പെടുമെന്നൊക്കെ ഓർത്തിട്ടാണോടി എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അല്ല സർ, ഒരിക്കലും അല്ല, അതിൻ്റെ ആവശ്യമില്ല, അന്നത് അറിയാതെ സംഭവിച്ചു പോയ കാര്യമാണ്, അത് അന്ന് തന്നെ കഴിഞ്ഞും പോയി, അതിലെനിക്കൊരു കുഴപ്പവും സംഭവിക്കാഞ്ഞുകൊണ്ടാണ് ഞാൻ അവരോട് ക്ഷമിച്ചത്, ഇനി അതിൻ്റെ പുറകെ നടക്കാനൊന്നും എനിക്ക് പറ്റില്ല സാർ, അവിടുത്തെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ ഞാൻ ആ വാക്ക് കൊടുത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് എനിക്ക് അവർക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് തരാൻ കഴിയില്ല എന്നൊക്കെ തന്നെ അലീന തീർത്ത് പറയുന്നുണ്ട്. അപ്പം നിന്റെ മനസ്സിൽ അതാണല്ലേ ഉദ്ദേശം എന്നിങ്ങനെ സിയെ ചോദിക്കുക. അച്ഛൻ അമ്മ എന്നൊക്കെ പറഞ്ഞ് അവരെ നീ മയക്കി വെച്ചിരിക്കുക അല്ലേടി? എന്നിട്ട് അതിൻ്റെ പിന്നിൽ വേറെ പല ഉദ്ദേശങ്ങളുണ്ട്, ഇതൊക്കെ ആർക്കും മനസ്സിലാവുന്നില്ല എന്നാണോ നീ വിചാരിച്ചു വെച്ചേക്കുന്നത്? അലീന പറയുന്നുണ്ട്, സാറ് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ പറഞ്ഞില്ലേ, ഇനി ഞാൻ പൊയ്ക്കോട്ടെ? അച്ഛനും അമ്മയും വീട്ടിലില്ല, അവർ ഹോസ്പിറ്റലിലാണ്, 2 അനിയത്തിമാർ മാത്രമേ ഉള്ളൂ വീട്ടിൽ, അവർ തനിച്ചാണ്, അതുകൊണ്ട് എനിക്ക് അധികം നേരം ഇവിടെ ഇരിക്കാൻ കഴിയില്ല, നേരെ വിരട്ടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വീട്ടിൽ ചെല്ലണം എന്നൊക്കെ തന്നെ അലീന പറയുന്നുണ്ട്. സിഐ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒറ്റ കാര്യം ആവശ്യപ്പെടുന്നുള്ളൂ, അവർക്കെതിരെ ഒരു കംപ്ലൈൻറ്റ്, ആ കംപ്ലൈൻറ്റ് എഴുതി വെച്ചിട്ട് നീ വീട്ടിൽ പൊക്കോ, നിന്നെ ആരും ഇവിടെ തടയില്ല എന്നൊക്കെ തന്നെ പറയുമ്പോഴേക്കും, ഇല്ല സാർ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഇല്ല, അവർക്കെതിരെ ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ട ഒരാവശ്യമില്ലല്ലോ, പിന്നെ സാർ എന്തിനാ എന്നെ നിർബന്ധിക്കുന്നതൊക്കെ തന്നെ അലീന ചൂടാവുന്നുണ്ട്. അപ്പോഴേക്കും സിഐ പറയുന്നുണ്ട്, ആഹാ, അത്രയ്ക്ക് ധിക്കാരമാണോടെ നീ, എന്നാ നീ ഇന്ന് വീട്ടിൽ പോകുന്ന എനിക്കൊന്ന് കാണണം, ഈ കേസിലെ 5ാം പ്രതിയായിട്ട് നിന്റെ പേരും കൂടെ ഞാൻ എഴുതി അങ്ങ് ചേർക്കാൻ പോവാടി, നീ എന്നാ ചെയ്യുന്നു എനിക്കൊന്ന് കാണണമല്ലോ, അത്രയ്ക്ക് അഹങ്കാരമാണോടി നിനക്ക് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, സാർ, അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ സാർ, എന്നെ എന്തിനാ ഇതിൽ പ്രതിയാക്കുന്നേ, എന്നെ ഇങ്ങനെ ശിക്ഷിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തു സാർ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാട്ടോ. നീ ഈ കേസിൽ എന്ത് തെറ്റാ ചെയ്തെന്നൊക്കെ ഉള്ളത് ഞങ്ങൾ ഇതിനകത്ത് എഴുതി ചേർത്തേക്കാം, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, അവിടെ നടന്ന കാര്യങ്ങളും നടക്കാത്ത കാര്യങ്ങളും എല്ലാം ഞാൻ എഴുതി ചേർക്കും, നീയും ഇതിലൊരു പ്രതിയാണെന്നും നീ അവർക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടുകളും ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നും നിന്നോടും അവർ ഇതിനു മുമ്പ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നും നീ അതിനൊക്കെ അനുകൂലിക്കുകയാണ് ചെയ്തതെന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി വെക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് അലീനെ. അലീന ചോദിക്കുന്നുണ്ട്, സാർ, എന്തിനാ സാർ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, ഞാൻ ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ ഇത്രയും ക്രൂരത കാണിക്കുന്നതെന്നൊക്കെ തന്നെ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു പരാതിയുമില്ല, അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവർ അനുഭവിച്ചോട്ടെ, പക്ഷെ എന്നോട് അവർ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിലും അവരുദ്ദേശിച്ച ഒരു കാര്യവും നടന്നിട്ടില്ല, പിന്നെ എന്തിനാണ് ഞാൻ അവർക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അലീന. അപ്പോഴേക്കും സിഐ പറയുന്നുണ്ട്, അതൊക്കെ ഞങ്ങൾക്കും അറിയാവിടെ, പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയേ പറ്റുള്ളൂ, കംപ്ലൈൻറ്റ് നീ എഴുതി തരാൻ തയ്യാറായില്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തിരിക്കും എന്നൊക്കെ തന്നെ പറയുക, പോലീസ് പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യും, അത് നിനക്കറിയാവല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ സിഐ. അലീന പറയുന്നുണ്ട്, അതിൻ്റെ പേരും പറഞ്ഞ്, സാർ എന്നെ എത്ര നിർബന്ധിച്ചാലും ഞാൻ അതിന് തയ്യാറാവില്ല, എനിക്ക് അങ്ങനെ ഒരു പരാതി എഴുതി തരാൻ കഴിയില്ല, പിന്നെ സാറിന് എൻ്റെയും കൂടെ ഈ കേസിൽ കൊടുക്കാനാണ് ആഗ്രഹമെങ്കിൽ സാറിന് ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, എന്തും നേരിടാൻ ഞാൻ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്, സാറിൻ്റെ ഉദ്ദേശം, സാറിൻ്റെ മനസ്സിൽ എന്താണ് ഉദ്ദേശം അതുപോലെ ചെയ്തോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്, എൻ്റെ കൂടെ ദൈവമുണ്ട്, എൻ്റെ ബ്രജിത്താമ്മയുണ്ട്, ഞാൻ ഇന്ന് വരെ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല, ആരെയും വേദനിപ്പിച്ചിട്ടുമില്ല, അതുകൊണ്ട് എന്നെ രക്ഷിക്കാൻ ദൈവം തന്നെ ഒരാളെ നിശ്ചയിക്കുകയും ചെയ്യും, അതുകൊണ്ട് എന്നെ അങ്ങനൊന്നും പേടിപ്പിക്കാൻ നോക്കണ്ടേ സാറേ എന്നിങ്ങനെ പറയാട്ടോ അലീന. അതൊന്നും തന്നെ SIക്കോ CIക്കോ ആ വനിതാ കോൺസ്റ്റബിളിനോ ഒന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു തെറ്റിനും കൂട്ടു നിന്നിട്ടില്ല, ഇന്ന് വരെ എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല, അതെനിക്ക് ഉറപ്പാ, ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അവിടെയൊക്കെ എനിക്ക് തുണയായിട്ട് എൻ്റെ ബ്രജിത്താമയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ആത്മവിശ്വാസത്തോടെ തന്നെ നമ്മുടെ അലീന പറയുന്നത് കേട്ടിട്ട് SIയും CIയും ഒക്കെ അലീനയുടെ സംസാരം കേട്ട് ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. CI പറയുന്നുണ്ട്, എന്തായാലും തൽക്കാലം നീ പുറത്തു പോയിരിക്കെ, എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാനൊന്ന് ആലോചിക്കട്ടെ, ഈ കേസിന് അനുകൂലമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് തരാതെ നിന്നെ എന്തായാലും ഇവിടുന്ന് പറഞ്ഞയക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ തന്നെ പറയുകയാണ്. ഇവളെ ആ പുറത്തേക്ക് ഇരുത്തിയാലേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആ വനിതാ കോൺസ്റ്റബിൾ അലീനയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. അങ്ങനെ അലീന താഴെ വെയിറ്റിംഗ് ഏരിയയിൽ തന്നെ വന്നിരിക്കുകയാണ് കേട്ടോ. ഒരു നടപടിയും ആവുന്നില്ല. 2-3 പ്രാവശ്യം ആ വനിതാ കോൺസ്റ്റബിളിൻ്റെ അടുത്ത് SIയെ കാണണം, എനിക്ക് വീട്ടിൽ പോകണം, പെർമിഷൻ മേടിക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും
എസ് ഐ വിളിക്കുമ്പോൾ മാത്രമേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എസ് ഐ പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞതുപോലെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ തന്നെ പറഞ്ഞ് അലീനയുടെ നേർക്ക് ദേഷ്യപ്പെടുകയാണ് ആ വനിതാ കോൺസ്റ്റബിളും. അങ്ങനെ അലീന ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. നേരെ ഒരുപാട് വൈകി, രാത്രിയാകാറായിട്ട് പോലും അയാളുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇടയ്ക്ക് എസ് ഐ രമേശ് നമ്പ്യാർ വന്നിട്ട് അലീനോട് പറയുന്നുണ്ട്, കൊച്ചേ നിനക്ക് ഇങ്ങനെ ഇവിടെ വന്നിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഞങ്ങൾ പറഞ്ഞതുപോലെ ആ ഒരു കംപ്ലൈൻറ്റ് എഴുതി തന്നാൽ നിനക്ക് നേരത്തെ കാലത്തെ വീട്ടിൽ പോകരുതായിരുന്നോ? എന്തിനാ ഇവന്മാരെ നീ ഇനിയും രക്ഷിക്കാൻ നോക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഇവന്മാരെ രക്ഷിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാടി? നിനക്ക് നിന്റെ പാട് നോക്കി പോകത്തില്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ചോദിക്കാം കേട്ടോ. അപ്പോഴും അലീന ഒന്നും തന്നെ പറയാതെ അയാളെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നോക്കുകയാണ്. വേണ്ട, ഞങ്ങൾക്കൊരു നിർബന്ധവുമില്ല. രാത്രി മുഴുവൻ ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കാനാണ് നിന്റെ ആഗ്രഹമെങ്കിൽ ഇരുന്നോ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് കളയാക്കിയിട്ട് തന്നെ അയാൾ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. എസ് ഐ നേരെ ചെന്നിട്ട് സിയോട് പറയുന്നുണ്ട്, സാറേ ആ അലീന അവൾ അവിടെ ഇരിപ്പുണ്ടല്ലോ, അവളുടെ കാര്യത്തിൽ ഇനി എന്താ ചെയ്യേണ്ടത്? അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിടണ്ടേ സാർ? നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ട് ഒന്നെങ്കിൽ അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് വീട്ടിൽ വിടണം, അങ്ങനെയാണല്ലോ റൂള്. ഇനിയിപ്പം അധികം നേരം അവളെ ഇവിടെ ഇരുത്തിയിട്ട് വല്ല സദാചാര ഗുണ്ടകളോ വല്ല രാഷ്ട്രീയ പാർട്ടികളോ എല്ലാം വന്ന് വേറെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആ എസ് ഐ. അപ്പോഴേക്കും സി ഐ എസ് ഐയോടായിട്ട് പറയുന്നുണ്ട്, എന്നാൽ അവളെ ഇങ്ങനെ വിളിക്കുക, ലാസ്റ്റ് ഒരു പ്രാവശ്യം അവളോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് എസ് ഐയോട് പറയുന്നുണ്ട്, താൻ ഒരു കാര്യം ചെയ്യും, അവളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ട് താൻ ആ ഹരിയുടെയും രോഹിത്തിൻ്റെയും താൻ ആ സെല്ലിൽ കിടക്കുന്നവന്മാരുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. നാളെ രാവിലെ തന്നെ അവരെ കോടതിയിൽ ഹാജരാക്കാനുള്ളതല്ലേ, അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നൊക്കെ തന്നെ പറയുക കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ എസ് ഐക്ക് ഒരു ഡൗട്ട് അടിച്ചു. കാരണം ഇയാൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അലീനെ മാത്രം അങ്ങോട്ടേക്ക് കയറ്റി വിട്ടാൽ മതി എന്നാണല്ലോ അയാൾ പറഞ്ഞത്. അയാളും അത്ര നല്ലവനൊന്നും അല്ല എന്നുള്ളത് എസ് ഐക്ക് അറിയാം. എന്തായാലും താഴെ വന്ന് അലീനയോട് നിന്നെ CSR വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് മുകളിലേക്ക് കയറ്റി വിടുകയാണ് കേട്ടോ. കൂടെ വനിതാ പോലീസും കൂടെ കയറി പോകാൻ നോക്കുമ്പോഴേക്കും, വേണ്ട സാറ് ഇവളോട് മാത്രം കയറി ചെല്ലാനാണ് പറഞ്ഞത്, ഇവളോട് എന്തോ കാര്യം പറയാനുണ്ടെന്നാണ് പറഞ്ഞത്, നീ തൽക്കാലം പോകണ്ട എന്നും പറയുന്നുണ്ട്. ലോക്കപ്പിൽ കിടക്കുന്നവന്മാരുടെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ എടുത്ത് റെഡിയാക്കി വെക്കണം. അതിപ്പോൾ ചെയ്യാൻ പറഞ്ഞു, നാളെ രാവിലെ ഇവന്മാരെ കോടതിയിൽ ഹാജരാക്കണ്ടേ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ സാറ് പറഞ്ഞു, നമുക്കത് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ആ ലേഡീസ് കോൺസ്റ്റബിളിനെയും അവിടെ ഉണ്ടായിരുന്ന PC ഒക്കെ കൂട്ടിക്കൊണ്ട് തന്നെ അയാൾ ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ അലീന പതിയെ പേടിച്ച് തന്നെ സിയുടെ റൂമിലേക്ക് കയറി ചെല്ലുന്നുണ്ട് കേട്ടോ. അലീന കയറി ചെന്ന പാടെ തന്നെ അയാൾ ചോദിക്കുന്നുണ്ട്, എന്തായാലും നിന്റെ തീരുമാനത്തിൽ വല്ല മാറ്റമുണ്ടോ? ഇനിയെങ്കിലും നീ അവന്മാർക്കെതിരെ കംപ്ലൈൻറ്റ് എഴുതി തരുവോടി എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, ഇല്ല സാർ, ഞാൻ എൻ്റെ തീരുമാനം പറഞ്ഞതല്ലേ, എനിക്ക് അങ്ങനെ ഒരു പരാതിയില്ല, എനിക്ക് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് തരാൻ കഴിയില്ല, എനിക്ക് പരാതിയുമില്ല സാർ, എന്നെ വീട്ടിലോട്ട് പോകാൻ അനുവദിക്കണം എന്നിങ്ങനെ പറയുമ്പോഴേക്കും, വീട്ടിലോട്ട് വിടണോ വേണ്ടേന്നൊക്കെയുള്ളത് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. എന്തായാലും ഇതൊക്കെ നടന്ന സംഭവങ്ങൾ തന്നെയല്ലേ, അവന്മാർ നിന്നെ മയക്കുമരുന്ന് കുടിപ്പിച്ച് റേപ്പ് ചെയ്യാൻ നോക്കിയതൊക്കെ നടന്ന കാര്യങ്ങൾ തന്നെയല്ലേടി, എന്നിട്ടും നീ എന്തിനാടി അവന്മാരെ ഇങ്ങനെ രക്ഷിക്കാൻ നോക്കുന്നത്? ഇനിയിപ്പോൾ അയാളുടെ മക്കളും ഭാര്യയും അറിയാതെ അയാളും നീയും തമ്മിൽ വേറെന്തെങ്കിലും കണക്ഷൻ ഉണ്ടോടി, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ടോടി എന്നൊക്കെ ഇങ്ങനെ മോശമായിട്ട് എന്നെ ചോദിക്കുകയാണ് കേട്ടോ അലീനയോട്. അലീന പറയുന്നുണ്ട്, സാർ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്, എൻ്റെ അച്ഛനെ പോലെ ഞാൻ അച്ഛനെന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും, ഓ അതൊക്കെ നീ അവിടെ നിർത്ത്, അച്ഛനാണ്, അമ്മയാണ്, ഫ്രണ്ടാണ്, സഹോദരനാണ് എന്നൊക്കെ പറഞ്ഞ് തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടല്ലേടി അങ്ങനെയുള്ള വിശേഷണങ്ങളൊക്കെ നൽകി വിളിക്കുന്നത് തന്നെ. അതിൻ്റെയൊക്കെ പിന്നിൽ എന്താ ഉദ്ദേശം എന്നൊക്കെയുള്ളത് ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം. ഇതുപോലെയുള്ള എത്ര കേസ് ഞങ്ങൾ കണ്ടിരിക്കുന്നു. നീ ഞങ്ങളെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട, നിന്നോട് പറഞ്ഞ കാര്യം എന്തായി എന്ന് മാത്രം ചോദിക്കുക. ഇല്ല സാർ, ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് എഴുതി തരില്ല എന്നൊക്കെ തന്നെ അലീന തീർത്തു പറയുന്നുണ്ട്. അപ്പോൾ CA എഴുന്നേറ്റ് വന്ന് അലീന എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അലീനയോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ അലീനയുടെ മനസ്സിൽ വല്ലാത്തൊരു പേടിയും വെപ്രാളവും ഒക്കെ തോന്നുന്നുണ്ട്. ഇയാൾ എന്തിനാ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെയുള്ളൊരു തോന്നൽ. എന്നിട്ട് അയാൾ അലീനയുടെ തോളി പിടിച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, അപ്പം ഞങ്ങൾ പറയുന്ന കാര്യമൊന്നും നിനക്ക് അനുസരിക്കാൻ വയ്യല്ലേ? അവന്മാർക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് എഴുതി തരാൻ നിനക്ക് കഴിയില്ല അല്ലേടി എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് തന്നെ അലീനയുടെ തോളിൽ ഇങ്ങനെ മുറുക്കെ പിടിക്കുകയാണ്. അലീനയ്ക്ക് അത് വല്ലാതെ ഫീൽ ചെയ്യുകയാണ് കേട്ടോ. എന്തോ ഒരു ദുരുദ്ദേശം അയാളുടെ മനസ്സിലുള്ളതായിട്ട് അലീനയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അലീന പെട്ടെന്ന് തന്നെ അയാളോട് പ്രതികരിച്ചുകൊണ്ട് പറയുക, സാർ എൻ്റെ തോളിൽ നിന്ന് കൈയെടുക്കണം, സാർ എന്തിനാ എൻ്റെ ദേഹത്ത് തൊടുന്നത്? ഒരു പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെയാണ് അപമര്യാദയായിട്ട് പെരുമാറുന്നത്, ഇതാണോ CI സാറിൻ്റെ സംസ്കാരം എന്നൊക്കെ ചോദിച്ച് അയാളെ ഇങ്ങനെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോഴേക്കും CI പറയുന്നുണ്ട് അലീനയോട്, എന്താടി ഞാൻ നിൻ്റെ ദേഹത്ത് തൊട്ടാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവന്മാർക്കൊക്കെ നിൻ്റെ ദേഹത്ത് തൊടാമല്ലോ, നീ അച്ഛനെന്ന് പറഞ്ഞ് നടക്കുന്ന ആർക്കും നിൻ്റെ ദേഹത്ത് തൊടാം, പിന്നെ ഞാനൊന്നും തൊട്ടു എന്ന് പറഞ്ഞ് എന്താടി കുഴപ്പം എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് തന്നെ അയാൾ അലീനയുടെ കവിളിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഞെരുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, സാർ കൈയെടുക്കണം, സാർ എൻ്റെ ദേഹത്തുനിന്ന് കൈയെടുക്കണം, ഇല്ലെങ്കിൽ ഞാൻ സാറിനെതിരെ ആയിരിക്കും കംപ്ലൈൻറ്റ് തരാൻ പോകുന്നത്. ചോദ്യം ചെയ്യാനാണെന്നും പറഞ്ഞ് എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി എന്നോട് അപമര്യാദയായിട്ട് പെരുമാറാൻ നോക്കി, എന്നെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് ഞാൻ സാറിനെതിരെ ഒരു കംപ്ലൈൻറ്റ് തരും എന്നൊക്കെ ഇങ്ങനെ അലീന ദേഷ്യപ്പെട്ട് അയാളോട് വിരൽ ചൂണ്ടി സംസാരിക്കാൻ കേട്ടോ. അയാൾക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല.
അയാൾ അലീനയുടെ കഴുത്തിലൊക്കെ ഇങ്ങനെ ഞെരിച്ചു പിടിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, എന്നാൽ നീ പോയി പരാതി കൊടുക്കടി, അതൊന്ന് കാണട്ടെ. ഇവിടെ ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാലും അതിനെതിരെ നീ ഒരു പരാതി കൊടുക്കടി. അവന്മാർക്കെതിരെ പരാതി കൊടുക്കാൻ നിനക്ക് ബുദ്ധിമുട്ടാണെന്നില്ല നീ പറഞ്ഞത്, നീ എനിക്കെതിരെ ഒരു പരാതി കൊടുക്ക് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അലീനയോട് മോശമായിട്ട് പെരുമാറാൻ നോക്കിയാണ് ആ CI. അപ്പോഴേക്കും ആ ടേബിളിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അലീന തള്ളി താഴെ ഇടുന്നുണ്ട്. സാധനങ്ങളൊക്കെ താഴെ വീഴുന്ന ഒച്ചയും ബഹളവും കേട്ടുകൊണ്ട് തന്നെ ആ SIയും പോലീസ് കോൺസ്റ്റബിളും ആ വനിതാ പോലീസ് എല്ലാം മുകളിലോട്ട് കയറി വരികയാണ് കേട്ടോ. അവർ കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച തന്നെ ഈ CI അലീനെ ഇങ്ങനെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. ഇവരെ കണ്ട പാടെ തന്നെ അയാൾ അവളുടെ കഴുത്തിൽ നിന്ന് കൈയെടുക്കുന്നുണ്ട്. SIയും ആ പോലീസ് കോൺസ്റ്റബിൾസും ഒക്കെ കയറി വന്ന പാടെ തന്നെ, സാർ എന്താ സാർ പ്രശ്നം, എൻ്റെ ഇവിടെ ശബ്ദമൊക്കെ കേട്ടേ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് വരികയാണ്. ഓ ഒന്നുമില്ലടോ, ഞാനിവളെ മര്യാദ പഠിപ്പിക്കാൻ നോക്കിയതാ. ഇവളെ പരാതി എഴുതി തരികയില്ലെന്നും പറഞ്ഞ് പുണ്യാളത്തി ചമഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇവളെ ഒന്ന് മര്യാദ പഠിപ്പിക്കാൻ നോക്കിയതാ. ഇവളെ ഈ സാധനങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് എന്നിങ്ങനെ CI പറയുമ്പോഴേക്കും SIക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. കാരണം അലീനയോട് ഇയാൾ മോശമായിട്ട് പെരുമാറാൻ നോക്കിയോണ്ട് അലീന അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധനങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ചാണെന്ന് തന്നെ അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വനിതാ പോലീസ് ഉടനെ അലീനെ ഉപദ്രവിക്കാനായിട്ട് വരുന്നുണ്ട്. നീ വലിയ പുണ്യാളത്തി ഒന്നും ആകണ്ടടി, നിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം. നീ സാറിനോട് മോശമായിട്ട് പെരുമാറിയോടി, ഈ സാധനങ്ങളെല്ലാം നീ ആണോട് തള്ളിയിട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അലീനെ അടിക്കാനായിട്ട് പോകുമ്പോഴേക്കും വേണ്ട വേണ്ട, അടിക്കൊന്നും വേണ്ട, നമ്മളിവളെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലല്ലോ, സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ മോശമായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞ് ഇവളിനി നമുക്കെതിരെ ഒരു പരാതി കൊടുത്താലോ, നമ്മൾ കുടുങ്ങി പോകൂലേ. ഇവളുടെ അഹങ്കാരമൊക്കെ തീർക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തായാലും ഇവളെ താഴോട്ട് കൊണ്ടുപോയി ഇരുത്തിയേരെ, ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ, ആരാ ഇനി ഇവളെ രക്ഷിക്കാൻ വരുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ തന്നെ CI പറയുന്നുണ്ട്. അങ്ങനെ CI ഭയങ്കര ദേഷ്യത്തോടെ തന്നെ, CIയുടെ ഉദ്ദേശം നടക്കാത്തതിൻ്റെ ഒരു ദേഷ്യമൊക്കെ അയാളുടെ മനസ്സിലുണ്ട്. അലീനയാണെങ്കിലും അയാളെ തുറച്ച് നോക്കിക്കൊണ്ട് തന്നെ അവരുടെ ഒപ്പം താഴോട്ട് ഇറങ്ങി പോകുന്നുമുണ്ട്. അലീന CIയുടെ റൂമിൽ നിന്ന് ഇറങ്ങി പോയതിനു ശേഷം CI മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ലടി, നിന്നെ ഞാൻ എൻ്റെ വരുതിയിലാക്കുക തന്നെ ചെയ്യും, ഇല്ലെങ്കിൽ നീ നോക്കിക്കോ, നിന്നെ ആരാ രക്ഷിക്കാൻ വരുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അയാളും. അലീന ആണെങ്കിൽ താഴെ വന്നിരുന്ന ആകെ വിഷമിച്ചിരുന്ന് കരഞ്ഞു പോകുന്നുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്നൊന്നും തലയൂരും. ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല, അച്ഛൻ ഇപ്പം എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞില്ല, വീട്ടിലാണെങ്കിൽ ഭവിതയും കൃഷ്ണമ്മളും തന്നെയുള്ളൂ, രാത്രി ആകാറായി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ആരും ഇങ്ങോട്ടേക്ക് വരുന്നില്ലല്ലോ, ആരും ഒന്നും അന്വേഷിക്കുന്ന പോലും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ അലീന. അവസാനം അലീനെ രക്ഷിക്കാനായിട്ട് മാമച്ചാരും ഗ്രഹസമ്യാരിയും രേവതിക്കുട്ടിയൊക്കെ എത്തുന്നുണ്ട് കേട്ടോ. ഒപ്പം മനുവും ഗോവർദ്ധനും എത്തുന്നുണ്ട്. അന്ന് രാത്രി തന്നെ സ്റ്റേഷനിൽ നിന്ന് അലീനെ കൂട്ടിക്കൊണ്ട് അവർ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കുന്നുമുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.